ഇഡ്ഡലി കഥ കേട്ട് മടുത്തവർക്കായി ഇന്ന് പിടിച്ചോ ഒരു പൊറോട്ട കഥ. அப்படி பொரோட்டா கிட்ட இல்லாதது இட்லி கிட்ட என்ன இருக்கு? பொரோட்டா உடம்புக்கு கேடு. A few moments later. ஆஹா, പൊറോട്ട ഉടമ്പുക്ക് കേട്. ചുമ്മാ പറഞ്ഞതാ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന സിനിമയാണ് തലൈവൻ തലൈവി. സത്യം പറഞ്ഞ ഒരു തലയും വാലും ഇല്ലാത്തൊരു ഉണക്കപ്പാടാണ് കേട്ടത്. അപ്പൊ കഥയിലേക്ക് വന്നാൽ ദൈവത്തിനോട് പെർമിഷൻ ചോദിച്ച് കക്കാൻ വേണ്ടി ഒരു കള്ളൻ അമ്പലത്തിലേക്ക് വരികയാണ്. நான் நிறைய ஆசைப்படல, ஏதோ 10-20 சவரம் அடிச்சா மட்டும் போதும். அதான் உன்கிட்ட உத்தரவு கேட்டு போலான்னு வந்தேன். பள்ளி உத்தரவு குத்தாதான் நான் இங்கிருந்து போவேன். ഇതേ സമയം തന്റെ മകന്റെ പിറന്നാൾ ദിവസം പ്രാർത്ഥിക്കാൻ വേണ്ടി കുടുംബസമേതം മറ്റൊരു ചേട്ടനും അതേ അമ്പലത്തിലേക്ക് വരികയാണ്. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ, സന്തോഷായി. മറ്റൊരു സൈഡിൽ നമ്മുടെ നായികയും അവരുടെ കുടുംബവും തന്റെ കുട്ടിയുടെ തല മൊട്ടയടിക്കാൻ വേണ്ടി അതേ അമ്പലത്തിലേക്ക് വരികയാണ്. എന്നിട്ട് വേറൊരു സൈഡിൽ എനിക്ക് നിർത്തണമെന്നുണ്ട്, പക്ഷെ ഈ സിനിമയുടെ കഥ പറയണ്ടേ അല്ലേ? അപ്പൊ ഞാൻ എവിടെ നിർത്തിയത്? വേറൊരു സൈഡിൽ നമ്മുടെ കഥാനായകൻ തന്നെ അറിയിക്കാതെ തന്റെ കുട്ടിയുടെ തല മൊട്ടയടിക്കാറായോ എന്ന് ചോദിച്ചുകൊണ്ട് മാസായിട്ട് അതേ അമ്പലത്തിലേക്ക് തന്നെ വരികയാണ്. എന്നിട്ട് തന്റെ കുട്ടിയുടെ മുടി വെട്ടി എന്ന കാരണവും പറഞ്ഞ് ആ പാവം ബാർബറുടെ കരണം നോക്കി അയാൾ ഒന്നങ്ങോട്ട് കൊടുത്തു. എടോ, മുടി വെട്ടാൻ പറഞ്ഞത് തന്റെ ഭാര്യയാണ്, അതിന് അവരെ തല്ലാണ്ട് ഇയാളെ തല്ലിട്ട് എന്താ കാര്യം? ഹീറോ വാർത്ത പൊണ്ണുങ്ങളെ അടിക്കൂടാതെ. പിന്നെ അതിന്റെ പേരിൽ കുറെ കലവില കലവില കലവില. നന്നായിട്ടുണ്ട്. ചെവിയുടെ ഡയഫ്രം അടിച്ചു പോണ പോലെ ഇവരൊക്കെ കടന്ന് കാറി കാറി പരസ്പരം അടി കൂടുകയാണ്. ഇതെന്ത് ഇയാൾ അരിവാളണ്ടാണോ ബാറ്റ് ചെയ്യാൻ പോണത്? ഇവരുടെ ഈ അലർച്ച കേട്ട് സഹിക്കാൻ പറ്റാതെ അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ വന്ന നമ്മുടെ ചേട്ടൻ എന്താണ് കാര്യം എന്ന് നായകനോട് ചോദിക്കുകയാണ്. അവിടെ നിന്നാണ് യഥാർത്ഥ കഥ ആരംഭിക്കുന്നത്. ഫ്ലാഷ് ബാക്ക്. നമ്മുടെ നായകന്റെ പേരാണ് ആകാശവീരൻ. മൂപ്പരൊരു പൊറോട്ട മാസ്റ്റർ ആണ് കേട്ടോ. മൂപ്പർക്ക് സ്വന്തമായിട്ടൊരു ഹോട്ടലൊക്കെ ഉണ്ട്. ഒരു ദിവസം പൊറോട്ട മാസ്റ്ററായ നമ്മുടെ ആകാശവീരൻ നായികയായ അരസിയെ പെണ്ണ് കാണാൻ പോകുന്നു. എല്ലാവർക്കും ആകാശവീരൻ ഇഷ്ടായി, പക്ഷെ പെണ്ണിന്റെ ചേട്ടന് മാത്രം ചെക്കൻ ഇഷ്ടായില്ല. എന്താ കാരണം എന്ന് വെച്ചാ ഇവര് രണ്ടുപേരും തമ്മിൽ ഓൾറെഡി എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിലേക്ക് നമുക്ക് അവസാനം വരാം. അങ്ങനെ പെണ്ണ് കാണാൻ വന്ന ഇയാള് വീട്ടിൽ നിന്ന് പൊറോട്ട ഉണ്ടാക്കി പാഴ്സലാക്കിയിട്ട് അത് കയ്യിൽ പിടിച്ചാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് അയാൾ അതെടുത്ത് അരസിക്ക് തിന്നാൻ കൊടുക്കുകയാണ്. അരസി ആ പൊറോട്ട തിന്ന് അതിന്റെ ഫീഡ്ബാക്ക് ഒക്കെ കൊടുക്കുന്നുണ്ട്. അല്ല, അപ്പൊ ചെക്കനാണോ അതോ ചെക്കുണ്ടാക്കിയ പൊറോട്ടയാണോ അരസിക്ക് ഇഷ്ടായത്? ഓ ഓ മെല്ലെ 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 കടിക്കണ്ട. അത് കൈ നേരെ സോപ്പിട്ട് കഴിയാൻ മതി, പൊക്കോളൂ. പിന്നെ ഇതന്നെയാണ് അരസിക്ക് പണി. പൊറോട്ട തിന്നാ ഫീഡ്ബാക്ക് പറയാ, പൊറോട്ട തിന്നാ ഫീഡ്ബാക്ക് പറയാ. പൊറോട്ടയിൽ തന്നെ പല വെറൈറ്റികൾ ഉണ്ട് കേട്ടോ. അമ്മാ, അതെന്നത് ആകാശം പൊറോട്ട? ഈ നാട്ടിക്കൊണ്ടിരുന്നോ? ഇങ്ങനെ വേണം തിന്നാൻ തരാൻ. അല്ല, ഈ പൊറോട്ട അല്ലാണ്ട് ചെക്കനോട് വേറൊന്നും ചോദിക്കണില്ലേ? എന്താ പാൽ പൊറോട്ട പ്രോസസ് എപ്പടി? നീ കഴിക്ക്, നിർത്തണ്ട. അമ്മാ, അതെന്നത് ആകാശം പൊറോട്ട? തീറ്റിയാ, ഏത് നേരം തീറ്റി. You eat parathas every day? No, madam. ഇതുപോലെ മഞ്ഞ, ഇതുപോലെ കുഴലി പോലത്തെ. അയ്യോ, സെമ്മ വർത്താന സംബന്ധം പാ. അവിടെ വെച്ച് ഫ്ലാഷ് ബാക്ക് കട്ട് ചെയ്ത് വീണ്ടും ഫ്രണ്ടിലോട്ട് വന്നാൽ അരസിയുടെ വേറെ ഏതോ അമ്മായിയൊക്കെ ഇതേ അമ്പലത്തിലേക്ക് വരുന്നുണ്ട്. അതെ, ഇത് അമ്പലമാണ്, അല്ലാതെ ഓഡിറ്റോറിയം അല്ല. ഇതെന്താ ഇത്? ഓരോരുത്തർ വരണു, വീട്ടിലത്തെ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യണു. പിന്നെ വീണ്ടും കുറെ കലവില കലവില കലവില.
എടോ ഒന്ന് പതുക്കെ കാറടോ, ചെവിയൊക്കെ അടിച്ചു പോണു. ഓ ഇതൊക്കെ തിയേറ്ററിൽ ഇരുന്ന് കണ്ടവരെ സമ്മതിക്കണം കേട്ടോ. അവിടെ വെച്ച് കട്ട് ചെയ്ത് വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോയാൽ ആകാശവീരനും അയാളുടെ അനിയനും വലിയ റൗഡികളാണത്രേ. நானா இவனை பிடிச்சிருக்குன்னு சொன்னேன். இந்த பரோட்டா கிடைக்குமா அந்த பரோட்டா கிடைக்குமான்னு பார்சல் அனுப்ப சொன்னீங்க. எல்லாரும் குடும்பமா சேர்ந்து தின்னோம். അതെന്താടി അങ്ങനെ ഒരു ടോക്ക്? எல்லாரும் குடும்பமா சேர்ந்து தின்னோம். Flashback. അച്ഛനൊരു ആട്ട, ഭാര്യയ്ക്കൊരു ആട്ട, വണ്ടർഫുള്ളായി സുട്ടെടുത്ത നല്ല പൊറോട്ട. கேரியரா வந்துச்சு. இப்போ இல்ல இவன் வேண்டானா நான் எப்படி இவனை வேண்டாம் போடான்னு சொல்றது? നോക്കുമ്പോണ്ടോ അരസിയുടെ ഏട്ടനും റൗഡിയാണ് ഇത്രേ. അരസിയുടെ അച്ഛനാണെങ്കി വലിയ ഡോൺ ആയിരുന്നു ഇത്രേ. எங்க அப்பா ரவுடி இல்ல, டான். എവിടെ നോക്കട്ടെ. എന്റെ മോനെ. അങ്ങനെ ഇവരുടെ കല്യാണം നടക്കും. ആകാശവീരന്റെ ഹോട്ടലിലെ ജോലികളൊക്കെ ചെയ്യുന്നത് അരസിക്ക് അങ്ങോട്ട് പറ്റണില്ല. ആകാശവീരന്റെ അമ്മയാണെങ്കിൽ അരസിയെ കൊണ്ട് തന്നെ എല്ലാ പണിയും ചെയ്യിക്കുകയാണ്. അങ്ങനെയാണ് ഈ യുദ്ധം ആരംഭിച്ചത്. ഇനി എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. ആരെങ്കിലും ഇയർഫോൺ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഊരി വെക്കുക. കാരണം ചെവി അടിച്ചു പോകാൻ സാധ്യത ഉണ്ട്. വേണമെങ്കിൽ മതി. വെറുതെ കിടന്ന് വളവളാന്ന്. ഇയാളുടെ മേത്തെന്താ വല്ല ബാധ കയറിണ്ടാവും. സിനിമയുടെ തുടക്കത്തിൽ എന്താണ് പ്രശ്നമെന്ന് അറിയാൻ വേണ്ടി വന്ന ഈ ചേട്ടൻ ഉച്ചയായിട്ടും അമ്പലത്തിൽ നിന്ന് പോയിട്ടില്ല കേട്ടോ. അങ്ങേരുടെ മകന്റെ പിറന്നാളാണെന്നുള്ള കാര്യം വരെ മൂപ്പര് മറന്നു. പിന്നെയും കൊറേ കലപില കലപില കലപില. ഇങ്ങേര് പറയുന്ന പകുതി ഡയലോഗ് എനിക്ക് മനസ്സിലാവണില്ല. അത് തമിഴ് അറിഞ്ഞിട്ടൊന്നല്ല കേട്ടോ. മൂപ്പര് എന്താ പറയണെന്ന് മനസ്സിലാവണ്ടേ. ഇതിങ്ങനെ കാറി 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 അവസാനം ഈ പടം കഴിയാറായി. നോക്കുമ്പോണ്ടോ ആകാശവീരന്റെ അമ്മ ആകാശവീരൻ തന്റെ ഭാര്യയ്ക്ക് വാങ്ങിക്കൊടുത്ത സാധനങ്ങളുടെ ഒക്കെ കണക്ക് അവതരിപ്പിക്കുകയാണ്. என்ன முறப்பு அது மட்டும் மொத்த 28 செட்டு வெள்ளியில 30 செட்டு கொலுசு இந்த உள்ள போடுறது. ഏയ് ഉള്ള പോടുறதോ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇന്നർ വാങ്ങിക്കൊടുത്തതിന്റെ കണക്കൊക്കെയാണ് ഈ തള്ള പറയണത്. இந்த உள்ள போடுறது ഈ സമയം നേരത്തെ അടികൊണ്ട ബാർബർ പകരം ചോദിക്കാൻ വേണ്ടി അയാളുടെ ആളുകളൊക്കെ അമ്പലത്തിലേക്ക് വിളിക്കുന്നുണ്ട്. മറുവശത്ത് അരസിയുടെ ഏട്ടൻ ആകാശവീരനെ തല്ലിക്കൊന്ന് ആകാശത്തേക്ക് തന്നെ അയക്കാൻ വേണ്ടി വേറെ കുറെ ആൾക്കാരെ കൂട്ടി അമ്പലത്തിലേക്ക് വരുന്നുണ്ട്. വേറൊരു സൈഡിൽ MLA, പഞ്ചായത്ത് മെമ്പർ ഇവരൊക്കെ ആകാശവീരന്റെ പ്രശ്നം കേൾക്കാൻ വേണ്ടി അമ്പലത്തിലേക്ക് വരുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ അവന്റെ ചായ സൽക്കാരം. അങ്ങനെ തുടർച്ചയായിട്ടുള്ള വഴക്കുകൾ കാരണം ഭാര്യ പിരിഞ്ഞു പോയത് റെഡിയാവാൻ വേണ്ടി ആകാശവീരൻ റോട്ടിലിറങ്ങി പിച്ചയൊക്കെ എടുക്കുന്നുണ്ട്. മറുവശത്ത് ഇയാളുടെ ഭാര്യയാണെങ്കിൽ ഭർത്താവ് തിരിച്ചു വരാൻ വേണ്ടി അമ്പലത്തിൽ വഴിപാടൊക്കെ നടത്തി തീക്കനൽ കൂടെ നടക്കുന്നുണ്ട്. ഇല്ല എനിക്ക് അങ്ങോട്ട് മനസ്സിലാവണില്ല. നിങ്ങൾ രണ്ടുപേരും ഓരോന്ന് പറഞ്ഞ് തല്ലുണ്ടാക്കി പോയിട്ട് അത് റെഡി ആവണമെങ്കിൽ പിച്ചെടുത്തിട്ടും പ്രദക്ഷിണം വെച്ചിട്ടൊന്നും കാര്യമില്ല. അതിന് നിങ്ങൾ തന്നെ വിചാരിക്കണം. ഇതൊക്കെ ആരാടാ എഴുതി വിടുന്നത്? ഭാഗ്യം വേറെ വല്ല വഴിപാടും ചെയ്യാഞ്ഞത്. പിരിഞ്ഞുപോയ ഭാര്യ തിരിച്ചു വരാൻ ശൂലവധം. അവസാനം ഇവരെന്തൊക്കെയോ പറഞ്ഞ് ഇത് റെഡിയാവും. ഇവരെല്ലാവരും ഒന്നാവും. എല്ലാവരും ഒരുമിച്ചിരുന്ന് സന്തോഷത്തിൽ ഫുഡൊക്കെ കഴിക്കും. പിറ്റേന്ന് നോക്കുമ്പോ ഇവര് പിന്നെ അടി ഉണ്ടാക്കി ഡിവോഴ്സ് വാങ്ങി പിരിഞ്ഞു പോണു. പിന്നെ നോക്കണു ഡിവോഴ്സ് വാങ്ങി പിരിഞ്ഞ ഭാര്യ ഹോട്ടലിൽ ഓർഡർ എടുക്കാൻ വേണ്ടി നിൽക്കണു. ഭർത്താവാണെങ്കിൽ പൊറോട്ട അടിക്കണു. നമ്മളാരെ പൊട്ടന്മാരോ? அந்த ஜட்ஜி யாருன்னு நம்மளுக்கு ஜட்ஜ்மென்ட் கொடுக்க. A few moments later. ഇതെന്തൊക്കെയാടാ നടക്കണ്? ഇനി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ അരസിയുടെ ഏട്ടനും ആകാശവീരനും തമ്മിലുള്ള പ്രശ്നം എന്താന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? எங்க அண்ணனுக்கும் உனக்கும் என்னதான் பிரச்சனை? உனக்கும் என் அண்ணனுக்கும் என்ன பிரச்சனைன்னு ஏன்டா என்கிட்ட சொல்லவே மாட்டேங்கற? ശരിക്കും എന്താണ് ഇവർ തമ്മിലുള്ള പ്രശ്നം എന്ന് അറിയാൻ ഇതിന്റെ സംവിധായകനുണ്ട് പാണ്ഡിരാജ്. അങ്ങേരുടെ ഫോൺ നമ്പർ കണ്ടുപിടിച്ചൊന്ന് വിളിച്ചു ചോദിക്കേണ്ടി വരും. കാരണം അത് ഈ സിനിമയിൽ കാണിക്കണില്ല.
അല്ലെങ്കിൽ തന്നെ ഈ സിനിമ നമുക്ക് എന്ത് മെസ്സേജാണ് തരുന്നത്? എനിക്കിതിന്ന് ആകെ മനസ്സിലായത് എന്താന്ന് വെച്ചാൽ, പെണ്ണ് കാണാൻ പോകുമ്പോൾ നിങ്ങൾ ഒരിക്കലും പൊറോട്ടയും ദോശയൊന്നും പൊതിഞ്ഞു കെട്ടി പോകരുത്. അതുപോലെ ചെക്കുണ്ടാക്കിയ പൊറോട്ടനെ കുറിച്ച് അന്വേഷിക്കുന്നതിന് മുന്നേ ചെക്കനെ കുറിച്ച് ആദ്യം ഒന്ന് അന്വേഷിക്കണം. കാരണം പൊറോട്ട വിഴുങ്ങുന്നത് പോലെ എളുപ്പമല്ല ജീവിതം. 15 ഉൾപ്പെടെ പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ട് ജീവിതം കൊണ്ടേ തൊലച്ചു. അയ്യോ സെമ്മ വർത്താന സംബന്ധം പാ. ഉറപ്പിക്കട്ടെ. പൊറോട്ടയല്ലിത് ജീവിതം.